പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് പൂവൻകോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടു പോയ ഒരു ഫീൽഡാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഇപ്പോഴും നല്ല രീതിയിൽ ചെയ്ത് നല്ല വരുമാനം ഏൺ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് ചെറിയ ഫാമിംഗ് അല്ല, വളരെ വലിയ ഫാമിംഗ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു വരുമാനം. നമ്മൾ പല ആളുകളും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു വാക്കാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന നിലയിൽ നമുക്ക് ഈ പൂവൻകോഴി വളർത്തലിനെ നമ്മൾ കണ്ടുകൊണ്ട് മുമ്പോട്ടിറങ്ങിയ ഒരുപാട് ആളുകൾ സക്സസ് ആയിട്ടുള്ള ചരിത്രമാണുള്ളത്. കാരണം ഈ പൂവൻകോഴികൾക്ക് ഇപ്പോൾ നിലവിലുള്ള നല്ലൊരു മാർക്കറ്റ് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. നാട്ടുകോഴി ഇറച്ചി എന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് തമിഴ്നാട് കേരള ബോർഡറിലൊക്കെ നന്നായിട്ട് ഇത് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രംഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് വിജയിക്കാൻ കഴിയുക, അതെന്താണ് നമുക്കത് വിജയിക്കാനുള്ള മാനദണ്ഡങ്ങൾ, ഈ ഒരു ഫാമിംഗ് എങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും, ഇതൊക്കെയാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നാടൻ ഹൈബ്രിഡ് പൂവന്മാരെയോ അല്ലെങ്കിൽ നാടൻ ഹൈബ്രിഡ് പെടക്കോഴികളെയുമാണ് ഇതിന് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടും കൂടി മിക്സ് ആയാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ വിറ്റ് പോകുന്നതാണ്. പെടക്കോഴി മുട്ട പർപ്പസിനല്ലാതെ മീറ്റ് പർപ്പസിനായിട്ട് നമ്മൾ വളർത്തി വിൽക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ആ ഒരു പെടക്കോഴികൾക്ക് നല്ലൊരു മാർക്കറ്റ് തമിഴ്നാട് കേരള ബോർഡറുകളിൽ ധാരാളമായിട്ടുണ്ട്. നാട്ടുകോഴി ഇറച്ചി എന്ന രീതിയിൽ വിൽക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു പെടക്കോഴികളെയാണ്. പൂവൻകോഴികൾക്ക് അവിടെ എത്ര വലിയൊരു ഡിമാൻഡ് ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ എങ്കിലും അവരുടെ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല വില കിട്ടുന്നത് ഈ പെടക്കോഴികൾക്കാണ്. അപ്പം നമുക്ക് ഈ കോഴികൾക്ക് നല്ല രീതിയിലൊരു വില കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഗ്രസ് ഇതിനുണ്ടാകണം. അത് നമുക്ക് സാധാരണ ബ്രോയിലർ കോഴികളെ സംബന്ധിച്ച് ഇപ്പോൾ 40 ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 38 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു 200 വെയിറ്റുള്ള അല്ലെങ്കിൽ 2.5 കിലോ വെയിറ്റുള്ള കോഴികളെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ കോഴികളെക്കാൾ ചിലവ് കുറച്ച് നമുക്ക് നാടൻ കോഴികളെ ഇപ്പോൾ വളർത്താനുള്ള നല്ല അടിപൊളി ബ്രീഡുകളെ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അത് നമുക്ക് ഇപ്പോൾ FR295 എന്ന് പറയുന്ന ഞാൻ കൊടുക്കുന്ന കോഴികളും അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന റെയിൻബോ റോസ്റ്റർ എന്ന് പറയുന്ന കോഴികൾ, അതുപോലെ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാസോ, ക്രോയിലർ തുടങ്ങിയ കോഴികളൊക്കെ ഇതിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്രാമശ്രീ നമ്മൾ ഒഴിവാക്കുക. കാരണം അത് പെട്ടെന്ന് തന്നെ ഒരു മീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകാത്ത കോഴികളാണ്. നമുക്ക് ഗിരിരാജൻ ഓക്കെയാണ്. ഗിരിരാജ അത്യാവശ്യം മറ്റേതുപോലെ അല്ലെങ്കിലും അല്പം നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാകുന്ന കോഴികളാണ്. പക്ഷേ ഗിരിരാജ, ഗ്രാമശ്രീയും ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ കാണാൻ. കാരണം ആ കോഴികൾക്ക് ഇത്രയും അധികം ഒരു മീറ്റ് പ്രൊഡക്ഷൻ ലെവലിലേക്ക് എത്തുന്നില്ല. അത് 6-7 മാസങ്ങൾക്ക് എടുക്കുന്നുണ്ട് മീറ്റ് പ്രൊഡക്ഷന്. നമുക്ക് പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കോഴികളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാസോയോ അല്ലെങ്കിൽ ക്രോയിലർ അത്ര ഡിമാൻഡ് ഇല്ല. അതിൻ്റെ ഫെദറിൻ്റെ ഒരു കളറിങ് പാറ്റേൺ ആ രീതിയിലായതുകൊണ്ട് തന്നെ ക്രോയിലറിന് അത്ര ഡിമാൻഡ് വരുന്നില്ല. പക്ഷേ സാസോയ്ക്ക് ഡിമാൻഡ് വരുന്നുണ്ട്, FR295 ഡിമാൻഡ് വരുന്നുണ്ട്, നമുക്ക് റെയിൻബോ റോസ്റ്ററിന് ഡിമാൻഡ് ഉണ്ട്. കാരണം മൾട്ടി കളർ കോഴികളായതുകൊണ്ട് തന്നെ ഈ കോഴികൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. സാസോ നമുക്ക് ഏകദേശം ഒരു BV380 ഒക്കെ ഒരു പാറ്റേൺ ഉള്ള കോഴികളായതുകൊണ്ട് തന്നെ അതിനും ഡിമാൻഡുണ്ട്. ഇപ്പം ഇത്തരം കോഴികളെ നമ്മൾ കണ്ടെത്തി അതിനെ വാങ്ങി വളർത്തുക എന്നതാണ് ആദ്യമായിട്ട് നമുക്ക് വിജയിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗം. അതുപോലെ തന്നെ ഈ കോഴികളെ ഒരു 100-50 ഒന്നും വളർത്തിയാൽ ഇത് നമുക്ക് വിറ്റ് പോകണമെന്നില്ല. കാരണം ഇത് ബൾക്കായിട്ട് എടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഏരിയയിലേക്ക് നമ്മുടെ അടുത്തോട്ട് വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഒരു ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ വേണം. അല്ലാതെ നമ്മളൊരു 100 കോഴിയുണ്ട് അല്ലെങ്കിൽ 50 കോഴിയുണ്ട് വന്ന് വാങ്ങാൻ പറഞ്ഞാൽ അവർ അത്രയും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുടക്കിയിട്ട് നമ്മുടെ ഇത് വന്ന് എടുക്കണമെന്നില്ല. നമുക്കപ്പോൾ അല്പം കൂടുതൽ മീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് നമുക്ക് ഇത് ഇട്ട് വളർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർ വന്ന് എടുക്കുകയും നമുക്ക് നല്ലൊരു വില നൽകുകയും ചെയ്യും. പെടക്കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ വില ഉള്ളത്. പൂവൻകോഴിയുടെക്കാട്ടിയും വില ഉള്ളത് പെടക്കോഴികൾക്കാണ്. കാരണം അതെന്താണ് അതിന് കാരണമെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെയാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ കോഴികൾക്ക് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോഴികൾ അധികമായിട്ടൊരു വെയിറ്റ് കയറുവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ തൂക്കം നമ്മുടെ ഒരു ചിന്ത ഇതൊരു 3.5 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് നമുക്കൊരു 2.5 കിലോയ്ക്ക് മുകളിലേക്ക് ആക്കരുത്. അതിന് മുകളിലേക്ക് ആക്കിയിട്ട് നമുക്ക് വിൽക്കാനായിട്ട് നമ്മൾ നിൽക്കരുത്. കാരണം ഈ കോഴികൾക്ക് ഒരു ആവറേജ് വെയിറ്റ് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഒരു ആവറേജ് വെയിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ കോഴികൾക്ക് ഡിമാൻഡ് കുറയും. അതാദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ ഒരു പൂവൻകോഴികളാണെങ്കിലും പെടക്കോഴികളാണെങ്കിലും നമുക്ക് 2-3.5 കിലോ വരെ നമുക്ക് വെയിറ്റ് വെപ്പിക്കാൻ കഴിയും. പക്ഷേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകരുത്. നമുക്കൊരു 2.5 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് നമുക്ക് ഒരു 2.5 കിലോ വെയിറ്റ് വരെ ആകത്തക്ക രീതിയിൽ 90 ദിവസം കൊണ്ട് 2.5 കിലോ വെയിറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 90 അതിന് താഴെയോ നമുക്ക് 2.5 കിലോ വെയിറ്റ് എപ്പോൾ ഉണ്ടാകുന്നു ആ സമയത്ത് നമ്മളിതിനെ കൊടുത്ത് ഒഴിവാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് മതിയായിട്ടുള്ളൊരു മാർക്കറ്റ്, ഒരു ആളുകൾ വന്നെടുക്കുകയുള്ളൂ, നമുക്ക് നല്ലൊരു വിലയും കിട്ടും.
ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്, നമ്മൾ അധികമായിട്ട് കോഴികൾക്ക് വെയിറ്റ് കയറാൻ നിൽക്കരുത്. മറ്റൊന്ന്, കോഴികൾക്ക് വെയിറ്റ് കയറുന്നില്ല, നമുക്ക് ഈ പറയുന്നത് പോലെയുള്ള വെയിറ്റ് കിട്ടുന്നില്ല എന്നൊരു പരാതിയാണ് ഇത് വളർത്തിയിരുന്ന ആൾക്കാർ നേരത്തെ ചെയ്തിരുന്നത്. ഈ കോഴികളെ വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു പരിശീലനമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ ഇതിനകത്ത് നമ്മൾ ലെയർ കോഴികളെ നമ്മൾ വളർത്തുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു തീറ്റക്രമമുണ്ട്. ഇത്ര ഗ്രാം തീറ്റ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിനും അധികമായിട്ട് വെയിറ്റ് കയറ്റാൻ പാടില്ല, അതിന് ഇന്ന കാറ്റഗറിയിലുള്ള തീറ്റകളെ കൊടുക്കാവൂ എന്നൊക്കെ ഒരു നിഷ്കർഷ ഈ മുട്ടക്കോഴികളെ വളർത്തുമ്പോഴുണ്ട്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതിനെ വളർത്തരുത്. ഈ കോഴികൾക്ക് നമ്മൾ മാക്സിമം തീറ്റ ഇട്ട് കൊടുക്കുക, അതിന് ആവശ്യത്തിന് തീറ്റ കഴിക്കുക, ഈ തീറ്റ അത് മീറ്റായിട്ട് പരിവർത്തനം ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതിന് നമ്മൾ പാക്കറ്റ് ഫീഡായ സ്റ്റാർട്ടറിനെയോ അല്ലെങ്കിൽ ഫിനിഷറിനെയോ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്കിതിനെ വളർത്തി ഏകദേശം 10-20 ദിവസം വരെ നമുക്ക് സ്റ്റാർട്ടർ കൊടുത്ത് വളർത്തിയതിന് ശേഷം പിന്നീട് നമുക്ക് കണ്ണിൽ കാണുന്നതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് വളർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരണം. അതായത് ഒരല്പം നമ്മൾ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നല്പം ബുദ്ധിമുട്ടണം എന്നർത്ഥം. നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ, അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റുകൾ, അരി, ചോറ്, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ ബിയർ വേസ്റ്റ്, നമ്മുടെ പുല്ല്, പായൽ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ കോഴികളെ വെയിറ്റ് ഗ്രെയിൻ ചെയ്യിക്കാൻ കഴിയും. വെയിറ്റ് ഗ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന തീറ്റ കൊടുക്കണം എന്നൊന്നും ഈ കോഴികൾക്കില്ല. കാരണം ഈ കോഴികൾക്ക് അത്തരം ഒരു പർപ്പസിന് ആ ഒരു രീതിയിലൊന്നും അല്ല ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന് എന്തും കൊടുത്ത് വളർത്തുന്ന രീതിയിലൊക്കെയാണ് ഈ കോഴികളെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന് ആ കോഴികൾക്ക് ആവശ്യം ഒരു പ്രൊഡക്ഷനൊന്നും അല്ലാതെ, മുട്ടയുടെ പ്രൊഡക്ഷനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് കൊടുക്കുന്ന തീറ്റയെ മാംസമായിട്ട് പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് രീതിയിലും ഈ കോഴികളെ വളർത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ കിട്ടുന്നത് എന്തും ഈ കോഴികൾക്ക് കൊടുത്ത് അതിനെ വളർത്തുന്ന രീതിയിലേക്ക് വരണം. പക്ഷേ കൊടുക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് എപ്പോഴും അതിൻ്റെ മുന്നിൽ തീറ്റ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. എപ്പോഴും തീറ്റ എടുക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ചില കാലാവസ്ഥ വ്യതിയാന സമയത്ത്, ഇപ്പം നല്ല ചൂടുണ്ട് ഈ നല്ല ചൂട് സമയത്ത് നമ്മൾ പകൽ സമയങ്ങളിൽ കുറച്ച് നിയന്ത്രണം ആവശ്യമാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അത് തീറ്റ കൂടുതൽ കൊടുത്താൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു നല്ല ചൂടിൻ്റെ പീക്ക് സമയമായ ഏകദേശം ഒരു 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ അല്പം റെഡ്യൂസ് ചെയ്യാം. അല്ലാതെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഈ കോഴികൾക്ക് ആവശ്യാനുസരണം തീറ്റ കൊടുത്താൽ മാത്രമേ നമുക്ക് 2.5 കിലോ ഉള്ള ഒരു കോഴിയെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു ലാഭത്തിൽ നമുക്ക് ഈ കോഴികളെ വളർത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മളൊരു 500-1000 കോഴികൾ, ഒരു 1000-ൽ മിനിമം തുടങ്ങണം, അല്ലെങ്കിൽ നമുക്കിത് ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് വന്നെടുത്തിട്ട് പോകാൻ ആൾക്കാർ വേണമെങ്കിൽ 1000 കോഴികളെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 2500 കിലോ മീറ്റ്, ഈ 2500 കിലോ മീറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അവർ വന്നെടുക്കൂ എന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വരും. അല്ലെങ്കിൽ നമുക്കൊരു 500-100 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കുണ്ടാകും 250 കിലോ മീറ്റാണ്. ഈ 250 കിലോ മീറ്റിന് വേണ്ടിയിട്ട് ആരും നമ്മളെ തേടി വരാറില്ല. അപ്പോൾ നമുക്കത് പ്രാദേശികമായിട്ട് വിറ്റ് പോകേണ്ട ഒരു സാഹചര്യത്തിൽ പോയി നമുക്കൊരു 500 ഏറ്റവും കുറഞ്ഞ 500 തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു വരുമാനമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഇതെങ്ങനെ പോയാലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാളികളെ സംബന്ധിച്ച് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്രോയിലർ കോഴിയെ കുറിച്ച് നടന്ന കുറേ അപവാദ പ്രചരണങ്ങളുണ്ട്. ഈ അപവാദ പ്രചരണങ്ങളൊക്കെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ ഇത്തരം കോഴികളെ, നാട്ടുകോഴി എന്ന രീതി, നാടൻ കോഴികൾ എന്ന രീതിയിൽ ഇത്തരം കോഴികളെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഈ ഒരു കോഴി വളർത്തുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ കോഴികൾക്ക് പ്രത്യേകിച്ചൊരു വാക്സിൻ്റെ കാര്യമോ, അല്ലെങ്കിൽ വാക്സിൻ വേണം, അത് ലെസോട്ട, IBD തുടങ്ങിയ വാക്സിനുകൾ മാത്രം കൊടുത്താൽ മതിയാകും. ഇതിന് പ്രത്യേകമായിട്ടൊരു വാക്സിൻ ഷെഡ്യൂൾഡോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിന് പെട്ടെന്ന് തന്നെ ഈ ഒരു 75 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്നൊരു വലിയൊരു അസുഖങ്ങളിൽ പേമാരിയോ അങ്ങനെ കാര്യങ്ങൾ വന്നിട്ട് ഇത് മൊത്തം മോർട്ടാലിറ്റി കൊണ്ട് സംഭവിച്ച് പോകുമൊന്നുമില്ല. ഈ കോഴികൾക്ക് അത്യാവശ്യം നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കോഴികൾ തന്നെയൊക്കെയാണ് ഈ ഒരു നമ്മുടെ സാസോ ആണെങ്കിലും റെയിൻബോ റൂസ്റ്റർ ആണെങ്കിലും FR295 ആണെങ്കിലും ഒക്കെ നല്ലൊരു പ്രതിരോധ ശേഷിയൊക്കെ ഉള്ള കോഴിയാണ്. പക്ഷേ ഇതിന് എന്നാലും നമ്മൾ അത്ര ശ്രദ്ധ വേണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമ്മളൊരു ബിസിനസ്സിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി കോഴിയെ വളർത്തുന്നതോടൊപ്പം നമുക്ക് ഈ ഒരു കുറച്ച് പൂവൻകോഴികളെയും കൂടി നമ്മൾ വളർത്തി നമുക്ക് അത്യാവശ്യം ലോക്കലി കുറച്ച് മാർക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് നല്ലൊരു സൈഡായിട്ട് നമുക്ക് കൊണ്ടുപോവുകയും ചെറിയൊരു വരുമാന മാർഗം അതിനകത്തുനിന്ന് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പൂവൻകോഴികളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രോയിലർ കോഴിയെ ഇട്ട് വളർത്തി അത് നമുക്ക് നിർത്തിപ്പോയ ആളുകളാണെങ്കിൽ കൂടി നിങ്ങൾ ഇത് ഒന്ന് പരീക്ഷിച്ചു. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ്. അത് പ്രധാനമായിട്ടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ മാർക്കറ്റ് എടുക്കുന്ന ആളുകളുടെ നമ്പറൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അത് കണ്ടിരിക്കും. നമ്മൾ ഫേസ്ബുക്കിനകത്തൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എടുക്കാനുള്ള ആളുകൾ നമുക്ക് കിട്ടും.
നമുക്ക് ഇപ്പോൾ പാലക്കാട്, ഞാൻ പറഞ്ഞില്ലേ പാലക്കാട്, കേരള തമിഴ്നാട് ബോർഡർ പാലക്കാട്, അതുപോലെ തെങ്കാശി, അതുപോലെ ചെന്നൈ, ചെന്നൈയിലൊക്കെ ധാരാളമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഏരിയയിൽ ഈ നാട്ടുകോഴി, ചെറിയ കോഴികൾ, നാടൻ കോഴികളുടെ വിഭവങ്ങൾ കല്യാണത്തിനും മറ്റൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ചിലവുണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് മൂവാറ്റുപുഴ തൊടുപുഴ ഏരിയയിൽ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഈ നാടൻ കോഴികൾക്കുണ്ട്. ഇപ്പൊക്കെ നമുക്ക് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം, നമ്മൾ ഒരു വട്ടം നമ്മുടെ ഒരു വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം നമുക്ക് ഈ കോഴികളെ ഇട്ട് വളർത്തി നമുക്ക് എല്ലാ മാസവും നമുക്കൊരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ 2, 3, 4 ബാച്ചൊക്കെ ആയിട്ട് നമുക്കിതിനെ സജ്ജീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനമായി കൊണ്ടുപോകാം. അപ്പോൾ മുട്ട ഉൽപ്പാദനത്തിന് വളർത്തുന്നതോടൊപ്പം തന്നെ നമുക്കിതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്കിപ്പോൾ നിലവിലുണ്ട് എന്ന് ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഈ കോഴികൾക്ക് നമുക്ക് നല്ലൊരു പരിചരണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് എന്ത് കൊടുത്ത് വളർത്താം എന്നൊരു രീതിയിലൊക്കെ നമുക്ക് വളർത്താം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്